മരിക്കുന്നല്ലേ, എനിക്ക് പേടിയില്ല. അതെന്നാന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഇവിടെ അല്ല, ഇവിടെ ആന വരുന്നു. ചേട്ടന് എന്നേലും അനക്കം കേൾക്കുമ്പോ പേടിയാ. ചേട്ടന് പേടിയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഓടണമെങ്കിലേ ഞാൻ പിടിച്ചു 2 പ്രാവശ്യം ഇരിക്കുമ്പോ ശീലമായിക്കോളും. സ്ഥിരം ഇവിടുന്ന് മറിഞ്ഞു വീണിട്ടുണ്ടല്ലേ? ഇവിടുന്ന് പറഞ്ഞ താഴെ വീണ്. അവിടെ കല്ലുണ്ടായിരുന്നു, ആ കല്ല് ഞാൻ എടുത്ത് കളഞ്ഞത്. ഇവിടെ ഇങ്ങനെ 9 ചുറ്റുടെ മാറിയെങ്കിൽ നിറുക, പുള്ളി ബാക്കിയില്ല. അയ്യോ, ഉറക്കം കൊണ്ടുതന്ന മോനോടും മോന്റെ മുന്നോട്ടിയോടും വളരെയധികം നന്ദി. അമ്മച്ചിക്ക് നൈറ്റി, ചാച്ചന് മുണ്ട്, പിന്നെ തോർത്തൊക്കെ കേട്ടോ. എല്ലാ ജീവികളും വരുന്ന സ്ഥലമല്ലേ, അപ്പൊ നിങ്ങക്ക് ഇച്ചിരി ദൂരേക്കൊക്കെ കാണണമെങ്കിൽ അതിന്റെ ചാർജറും അതിന്റെ വള്ളിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ശരിയാട്ടോ, ഞാൻ അങ്ങോട്ട് വെച്ചരാം, അങ്ങോട്ട് വെച്ചരാം, ഞാൻ വെച്ചരാം. നിൽക്കാൻ നോക്കി. ഇവിടെ വാതിലില്ല, ഇതാ കേട്ടോ വാതില്. ഓ, ഇതാണ് വാതിലല്ലേ, ഇതുണ്ടോ എല്ലാം. ഇതൊക്കെ ചുമ്മാ ചാരി വെക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഓ, കക്കൂസാണിത്. വാതിലില്ല, അതിന് വാതിലില്ല. ആ, കഴിക്കണം കഴിക്കണം. അയ്യോ, അതിൻ്റെ അകത്ത് വീണോ? അതിൻ്റെ അകത്ത് വീണോടി? സാറില്ല സാറില്ല, പോട്ടെ. പട്ടി കടുവ ഇങ്ങോട്ട് പിടിച്ചു, പട്ടിയെ പിടിച്ചു. പട്ടി ഇതിന്റെ കീഴെ കിടക്കുവല്ലേ. പട്ടി എന്നിട്ട് കടുവ വന്ന് ഇതേ വന്ന് ചാടി പിടിച്ചപ്പോ പിടുത്തം കൂടിയതാണേ. 3 കസാര പൊട്ടിച്ചു. പെരക്കാത്തെടുത്തുകൊണ്ടായിട്ട് കാര്യം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും കേട്ടോ. നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. 2 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ ഒരു ചാച്ചനെ അമ്മച്ചിയെ പ്രായമായ 2 പേരുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ അത് ചാച്ചന് കണ്ണും കാണിയല്ല, ചേച്ചിക്ക് ചെവിക്കും കുഴപ്പം. അന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ആ ചാച്ചൻ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. വളരെ ഭീകരമായൊരവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ അവരന്ന് ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു. ഏതായാലും ആ വീഡിയോ ഞാനത് സാധാരണ ഒരു വീഡിയോ എടുക്കുന്ന പോലെ എടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഒത്തിരി ആളുകൾ സഹായമായിട്ട് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവരെ സഹായിക്കണം, ഞാൻ അവരെ സഹായിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വന്നു. അപ്പോൾ അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ അന്ന് അതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. മീൻസ് അവരുടെ അക്കൗണ്ട് നമ്പറൊന്നും മേടിച്ചിട്ടല്ല പോയത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നല്ല മനസ്സുള്ള ആളുകളുടെ ആവശ്യപ്രകാരം അവർക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഒരു തീരുമാനം വന്നു. അങ്ങനെ അങ്ങും ഇങ്ങും ഒക്കെ ഒത്തിരി ആളുകൾ നമ്മളെ സഹായിച്ചു. ഇനിയിപ്പോൾ അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഒത്തിരി ആളുകൾ അവരെ ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിലേക്കും പൈസ ഇട്ട് സഹായിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാനഡ, ന്യൂസിലാൻഡ്, അമേരിക്ക, പിന്നെ സ്കോട്ട്ലാൻഡ്, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നല്ല മനസ്സുള്ള ഒത്തിരി ആളുകൾ, നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ നമ്മളെ സഹായിച്ചു. ഇവരെല്ലാവരും സഹായിച്ചതിന് പ്രകാരം അവർക്ക് വേണ്ട സാധനങ്ങൾ, വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങളും മേടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. A to Z, ഉപ്പ് മുതൽ വെജിറ്റബിൾസ്, കറ്റ്, പാത്രങ്ങൾ, ഗ്ലാസ്, ടോയ്ലറ്റ് ക്ലീനിങ് സാധനങ്ങൾ, അന്ന് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിരുന്ന ഒരു ടോർച്ച്, എമർജൻസി ബൾബുകൾ, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഇന്ന് മേടിക്കാനായിട്ട് പോവുകയാണ്. മേടിച്ചിട്ട് നമ്മൾ നേരെ ഈ സാധനങ്ങളെല്ലാം കൊണ്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അത്രത്തോളം ഭീകരമായ മലയുടെ മുകളിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അത്രയും മുകളിൽ നിന്നാണ് ഈ പാവം 2 മനുഷ്യർ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി പോകേണ്ട ഒരു സ്ഥിതിയുള്ളൂ. അപ്പോൾ ഏതായാലും നിങ്ങൾ ആ വഴിയൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ എൻ്റെ വൈഫും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങൾ മേടിച്ച് നമ്മളിപ്പോൾ ഈ ജീപ്പിലാണ് കേട്ടോ മുകളിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ ഭയങ്കര ഒത്തിരി മുകളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീപ്പ് അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്കിനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണാം. ഈ പോകുന്ന വഴിയും കാണാം കേട്ടോ.
അങ്ങനെ നമ്മുടെ സാധനങ്ങളുമായിട്ട് ജീപ്പ് ഇതേ മുകളിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് ഓഫ് റോഡാണ് പോകാനുള്ളത്. അങ്ങനെ നമ്മൾ സാധനങ്ങളുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. വണ്ടി ഇനിയിപ്പോൾ തിരിച്ച് നിർത്തിയിട്ട് വേണം സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ വഴിയൊക്കെ കണ്ടു കാണുമല്ലോ. ഇതാണ് സ്ഥലം കേട്ടോ, ഇതാണ് വീട്. എന്നാൽ ഓരോന്നങ്ങ് പോയാലോ, ഞാനിവിടെ കൊണ്ടുതരാം. ഇത് ഇറക്കി വെക്കാം. പോവാം. ഇവരെ സമ്മതിക്കണം കേട്ടോ. ചേട്ടോ അറിയോ? അതെ അതെ ആളാരാ വന്നതാരാന്നൊന്നും സാവുച്ചേട്ടനാണ് ഇപ്പം നമ്മളെ ഇങ്ങോട്ട് എത്തിച്ചേട്ടോ. ചേട്ടൻ്റെ ജീപ്പിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ കുറേ നേരം നമുക്ക് വേണ്ടി വെയിറ്റും ചെയ്തു കേട്ടോ. സാധനങ്ങളൊക്കെ മേടിച്ചൊന്ന് സെറ്റാകാൻ ഇച്ചിരി സമയം എടുത്തു. ഏതായാലും ചേട്ടൻ ഇവിടെയൊക്കെ വരാറുള്ള അല്ലേ? പിന്നെ സ്ഥിരം വരുന്നല്ലേ, ഇവരെ ആശുപത്രി കൊണ്ടുപോകുന്നതും എല്ലാ കാര്യത്തിനും വരുന്നല്ലേ? ഗ്യാസൊക്കെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അല്ലേ, വിഷം മേടിച്ചുകൊണ്ട് കൊടുക്കാം. വല്ലാത്തൊരു വഴിയല്ലേ? വല്ലാത്ത വഴി തന്നെയാണ്. എൻ്റെ മുകളിൽ എത്തിപ്പെടണമെങ്കിൽ ഇതൊക്കെ ആനത്താരക്ക് എടുത്ത് പോയായിരുന്നു ഇവർ രക്ഷപ്പെട്ട് എങ്ങോട്ടേലും പോയി 5 സെന്റ് കൊണ്ടായാലും ഇവർ രക്ഷപ്പെട്ട് പോയി. അതെ അതെ അതെ, ഇതൊന്നും നടക്കുന്നില്ല. ശരി എന്നാ, അപ്പോൾ താങ്ക്സ്. ഓക്കെ, ഞാൻ പോവാ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ചേട്ടാ എന്തോ മടുത്തോ? അടുത്തോന്ന് ചോദിച്ചാൽ എൻ്റെ മോനെ എന്താ പറയാൻ, ഒന്നും പറയാനില്ല, പറയാൻ പറ്റുന്നില്ല ഒന്നും. ഞാൻ ഉച്ചഭക്ഷണം കൊണ്ടുവരാമെന്ന് ഇവരോട് പറഞ്ഞായിരുന്നേ. അതാണ് ഇത്ര നേരം വൈകി, ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. 2 മണി സമയം, 2 മണി ആയിപ്പോയി. എല്ലാം കഴിഞ്ഞ് സാരമില്ല, നമ്മളൊരു സന്തോഷമല്ലേ അത്. എന്നോട് ഒരു പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കണം നിർബന്ധം പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പല ആളുകളുടെ സംഭവമാണ് ഇതെല്ലാം, നമ്മുടെ അല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം എടുത്തില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തില്ലേ? അത് കണ്ടെത്തിയിട്ട് ഒത്തിരി ആളുകൾ അത് ഇവിടെ നിന്നൊന്നുമല്ല, ഭൂരിഭാഗം പേരും പുറത്തുള്ളവരാണ്. ഇവിടെ ഉള്ളവർ കുറച്ച് പേരുണ്ട്, ഇല്ലയെന്നല്ല. അപ്പോൾ ന്യൂസിലാൻഡ് നമുക്കൊരു ഇപ്പോൾ ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വാതിൽ പോയി അടുവാകുന്നതിനകത്ത് കയറി പോകുന്നൊരു നമ്മുടെ ഒരു വാതിൽ നഷ്ടപ്പെട്ടു പോയി. ഈ വാതിലില്ലാത്തയാ? ഓഹോ, നമുക്ക് ശരിയാക്കാം. ഇന്നാള് വന്നപ്പോൾ നമുക്ക് ശരിയാക്കാം. നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ഭക്ഷണം കഴിച്ചാലോ? നമ്മുടെ വിഷമം കൊണ്ട് നമ്മൾ പറയാം, നമ്മൾക്കിങ്ങനെയൊന്നും അല്ല, അത് ഭക്ഷണം കഴിച്ചാലോ? നമുക്ക് കഷ്ടപ്പെട്ടൊന്നും നമ്മൾ ജീവിച്ചില്ല. നല്ല ഭക്ഷണം കഴിക്കാം, സമയം പോയില്ല, ഭക്ഷണം കഴിക്കാം. ഒന്നിച്ച് കഴിക്കാം. ഒന്നിച്ച് കഴിക്കാം. അതങ്ങോട്ട് നീക്കി വെച്ചോ. ചോടച്ചോ ഈ കസേര അങ്ങോട്ട് വെച്ചോ, ഇവിടെ വെച്ചോ. ഇതിവിടെ ഇരുന്നോട്ടെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാൾക്ക് ഇരിക്കാമല്ലോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചേട്ടന് ഞാനൊരു കസേര മേടിച്ചിട്ടുണ്ട്, നല്ലൊരു കസേര, ചാരി ഇരിക്കാൻ പറ്റുന്ന. കണ്ണില്ലാത്തോണ്ട്
ചിലപ്പോ പിന്നെ ഡെസ്കാലൊക്കെ ആയിരിക്കും. കഴിക്കണ്ടേ? കഴിക്കാം. ഇതെവിടെയുണ്ട് വെള്ളം? ഇവിടെ വെള്ളം അവിടെയല്ല. ഇതെല്ലാം സംഗതി കൈ കിട്ടിയെങ്കിൽ കൈ കഴിക്കും. കഴിക്കാം. അയ്യോ അതിനകത്ത് വീണോ? അതിനകത്ത് വീണോടി? ഞാൻ പിടിക്കാൻ വന്ന് തന്നിട്ടേനും സാറില്ല പോട്ടെ. ഇല്ലല്ല നനഞ്ഞില്ല അതിനകത്ത് വീണില്ലല്ലേ? ഒന്നും പറ്റിയില്ല. വെള്ളം അവിടെ പോയി. പച്ചക്കറി കുഴപ്പമില്ല. തിരിച്ചത് കിട്ടിയില്ല. സ്ഥലം മാറിപ്പോയതുകൊണ്ട് വെള്ളം ഇല്ലേ? ഇരുന്നോളാം. അതൊക്കെ ഇരിപ്പ് കിട്ടിയാ പിന്നെ സ്ഥലങ്ങള് കിട്ടിയാ ഇരുന്നോ. ചേട്ടന്റെ മോളുടെ മോളും കേട്ടോ. അവരിന്ന് അവധി ആയതുകൊണ്ട് വന്നേക്കുന്നതാണ്. എല്ലാരും വാ, ഇരുന്നോ. അവസാനം വരെ എത്തിയില്ലേ? അങ്ങനെ ഞങ്ങളെല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും കേട്ടോ. ബാക്കി ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നീ ആകെ ശരി. കാൽപ്പാട് കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടല്ലേ? ഇപ്പൊ പിന്നെ മഴയില്ലാത്തോണ്ട് കാണില്ല. മഴയില്ലാത്തോണ്ട് കാണിയല്ല. അതിനൊന്നും പേടിയില്ല അറിയാതല്ലേ? ആൾക്കാരില്ലല്ലോ അല്ലെ? ആളില്ലാത്തോണ്ട്. നിങ്ങളിവിടെ വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലല്ലോ അല്ലെ? ഞങ്ങളിവിടെ ഇങ്ങനെ ഇറങ്ങാതിരിക്കുവാനും. അതെ. ആള് വന്നപ്പോ പിള്ളേരും ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ഭർത്താവും ആൾക്കും എപ്പോഴും ഉണ്ട്. അതെ. പശുപാടും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം പിന്നെ പട്ടാളായി കഴിഞ്ഞപ്പോ എല്ലാത്തിനും കൊടുത്തു. ആടക്കട നാട് വന്നാല് കോഴി എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ ഒരു കാട് തൊഴുത്ത് ഇവിടെ തൊഴുത്ത് എല്ലാം ഉണ്ടായിരുന്നല്ലേ? എല്ലാം ഉണ്ടായിരുന്നു. നല്ല കാലത്തല്ലേ? ഇനിയിപ്പോ രാവിലെ ഒന്ന് എണീറ്റ് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. അറിയാം, നമ്മള് കടുവയൊക്കെ വന്നാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ആനയൊക്കെ പതുങ്ങിയല്ലേ വരുള്ളൂ. ആന പിന്നെ മനസ്സിലാവും. പക്ഷെ കടുവയൊക്കെ ആണെങ്കിൽ പതുങ്ങിയിരിക്കല്ലേ. വെള്ളം തിരിക്കാനൊക്കെ പോകുമ്പോഴായിരിക്കും. വെള്ളം തിരിക്കാനൊന്നും ഒറ്റയ്ക്കൊന്നും പോണില്ല. ഞാൻ തന്നെ വെള്ളം തിരിക്കാൻ പോയായിട്ട് കുറെ നാളായി. ഞാൻ പോകില്ല. വെള്ളത്തിന് ക്ഷാമൊന്നുമില്ലല്ലോ ഇപ്പൊ? ഉണ്ട്, എന്നാലും ഉണ്ട്. ഈ പൈപ്പിൽ കൂടെ പൈപ്പ് ഇട്ടേക്കോ അല്ലെ? അങ്ങ് മോളിന്ന് വെള്ളം തിരിക്കാൻ ആരും വിളിക്കും. വിളിക്കാൻ വരും. ഞാൻ പോകില്ല. ആണല്ലേ? കൊറേ മുകളിലോട്ട് ഇപ്പൊ 1 കിലോമീറ്റർ ഇനി മുകളിലേക്ക് പോകണം. അഥവാ എന്തെങ്കിലും കണ്ട എനിക്ക് ഓടാൻ പറ്റും. ഇത് തന്നെ അങ്ങനെ ഇനി 1 കിലോമീറ്റർ മുകളിലേക്ക്. കുടിച്ചില്ലെന്നുള്ളൂ മോനെ. വെള്ളം നിന്ന് പോയി കഴിഞ്ഞാ വെള്ളം നിന്ന് പോയാൽ മോനെ വിളിക്കും. എന്നിട്ട് മോൻ വയനാട്ടിൽ വന്നിട്ട് വേണോ? അതിവിടെ ആരും കണ്ടംപറമ്പുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചോണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നേ. അവര് കരിമ്പങ്കണ്ടത്തിന് പോയില്ലേ? വാടകയ്ക്ക് പോയി. അങ്ങനെ പറ്റിയില്ല. അയ്യോ അല്ല, ഞാൻ തന്നെ പോവില്ല. വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മോനെ വിളിക്കും. വെള്ളം കുടിക്കാതിരിക്കും. അല്ല, അങ്ങനെ ഒരു ടാങ്ക് ഉണ്ട് ഇവിടെ. അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. കുറേശ്ശെ എടുക്കുവാണെങ്കിൽ ഒരു 5-8 ദിവസം കിട്ടാനുള്ള വെള്ളം നിന്ന് പോയാൽ മനസ്സിലാവുന്നല്ലേ? വെള്ളം നിന്ന് പോയാലും മനസ്സിലാവും. 5-8 നിന്ന് പോയാൽ ടാങ്ക് നിറഞ്ഞു കിടക്കും. നിറഞ്ഞു കിടക്കും. ആ ടാങ്കില് ഒരു 5-8 ദിവസം കൊണ്ട് അങ്ങനെ കുറേശ്ശെ ഉപയോഗിച്ചങ്ങ് അപ്പൊ ആ നേരം കൊണ്ട് മോൻ വരും. അത് ഒന്നാം മോളോ ആരേലും വരും. പോയി എവിടെ? ഈ ഞങ്ങളുടെ ടാങ്ക് കഴിഞ്ഞ മൂടിയിട്ടൊന്നും ഇല്ലായിരുന്നേ. അന്ന് മൂടിയിട്ടില്ലായിരുന്നോ? ഇപ്പഴും പിന്നെ സീറ്റ് കൊണ്ട് വെച്ച മൂടി. ആണല്ലേ? എന്ത് മൃഗ വന്നേ? കണ്ടായിരുന്നോ? കണ്ടില്ല. മലാന. ആ ടാങ്കിൽ വെള്ളം കുടിക്കാനാ? കഴുത്തിൽ നീളമുള്ള എന്തായാലും കഴുത്തിൽ നീളമുള്ള ടാങ്കില് വെള്ളം കുടിക്കണമെങ്കിൽ കുറച്ച് മലാനാന്നുള്ള ഞങ്ങൾ തീരുമാനം. ഈ കസേര എങ്ങനെയാ പൊട്ടിയേ?
പട്ടി കടുവായും കൂടെ പിടിച്ചു, പട്ടിയെ പിടിച്ചു. ഈ പട്ടി ഇതിന്റെ കീഴെ കിടക്കുവല്ലേ. പട്ടി എന്നിട്ട് കടുവ വന്ന് ഇതേ വന്ന് ചാടി പിടിച്ചപ്പോ പിടുത്തം കൂടിയതാണ്. 3 കസാര പൊട്ടിച്ചു. പെരക്കാത്തെടുത്ത് കൊണ്ടായിട്ട് പട്ടി കടുവയാന്ന് ഉറപ്പത്? ഉറപ്പാ. ആണല്ലേ? ഓ വലിയ കടുവയാണ്, പട്ടിക്കടുവായിരിക്കും. കടുവ തന്നെ വലുതായാലും ചെറുതാളില്ല, അല്ലാതെ എടുത്തോണ്ട് പോകില്ല. പട്ടിയെ കൊണ്ടുപോകില്ല. 3 കസേര പൊട്ടിച്ചു. 2 പെരക്കാതെ അതൊന്നിനും 3 കസേര പൊട്ടിയായിരുന്നു അല്ലേ? 3 കസേര പൊട്ടിയായിരുന്നു അല്ലേ? തിന്നാലിട്ടേക്കല്ലേ. പിടുത്തം പറിച്ചു. 2 ഇരിക്കാനൊന്നും പറ്റില്ല. പട്ടീനെ എവിടെയാ കിടക്കുന്ന ഞങ്ങൾ കേൾക്കുമ്പോൾ വെള്ളപ്പളും ഇല്ലാത്തപ്പോഴും എല്ലാം ഈ മേശന്റെ കീഴിലായിരുന്നു. കീഴ കിടക്കും. ഞങ്ങൾ മിറ്റത്ത് അതിനുശേഷം പിന്നെ പട്ടീനെ വളർത്തുന്നില്ല. ഇനി പട്ടിയെ വളർത്തുന്നില്ല. ഇനിയാണ് പേടിയാ. വളർത്തുന്നില്ല, പേടിച്ചിട്ടല്ല. എനിക്ക് അത്ര എന്റെ മോൻ മരിച്ചതിന് സങ്കടമായി പോയില്ലേ. ഇത്ര സങ്കടമായി പോയി എനിക്ക്. ഞങ്ങളെ പട്ടി കയറ്റി വിടും. ഈ പട്ടിയാണോ? ഈ പട്ടി ഞങ്ങൾക്ക് നമുക്ക് ഇവിടെ ഉണ്ടായ പട്ടി. അതിന് ഞാൻ വളർത്തി. ഞങ്ങള് പോയാൽ ഞങ്ങള് പിന്നെ പോരും. ഞങ്ങള് അവിടെ ഈ ഓട്ടോ കിടക്കുന്ന ആകുമ്പോ അവിടെ നിൽക്കും. അപ്പൊ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോയെന്നവരെ അവിടെ നോക്കി നിൽക്കും. കാണാൻ മേലാത്തടത്തോളം നോക്കി. അതൊക്കെ ഓർക്കും എനിക്ക് വരെ അല്ലേ. ഓ എനിക്കൊരു ശംഖു പൊട്ടു. എന്നിട്ട് ചോദിക്കും നിങ്ങൾ പോവാണോ അവിടെ നിന്ന് വെക്കും. ഞങ്ങള് പോകുമ്പോഴേ പട്ടിയൊരു വർത്തമാനം പറയൂല്ലോ. ഞങ്ങള് പോകുമ്പം ഈ വേഗന്നൊരു വർത്തമാനം പറയും. അപ്പൊ ഞങ്ങള് പോകുന്നവരെങ്കിലും ഒച്ച കേൾപ്പിച്ചോണ്ടിരിക്കും. ഞങ്ങളെ കാണാണ്ടാവുമ്പോ തിരിച്ചിങ്ങ് പോകും. ചില പട്ടിയുണ്ടെങ്കിൽ ആൾക്കാരെ കാണുമ്പോഴത്തേനും കോരച്ച് കാറി ഭയങ്കര വെള്ളം ഉണ്ടാക്കൂലേ. ബാബു തങ്ങിനും കൂടെ ഇന്ന് വർത്തമാനം പറഞ്ഞു. അപ്പൊ ഇവര് ചുമ്മാ ഇങ്ങനെ കയ്യേൽ ഇങ്ങനെ ഈ തമാശനെ ഇങ്ങനെ പിടിക്കൂലോ. അപ്പൊ പട്ടി അടുത്തുണ്ടായിരുന്നു. പട്ടി കാല ഒറ്റപ്പെടുത്തും, മുറിച്ചില്ല. അടുത്ത മെമ്പർമാർ 2 മെമ്പർമാർ ഇവിടെ കയറി വന്നു. അവര് ഞങ്ങളിവിടെ ഇല്ലല്ലോ. ഇവര് വരുന്ന കണ്ടോണ്ട് അവർ 2 പേരും കൂടെ കുറച്ച് വഴിയിലോട്ട് ചെന്നു. വഴി ചെന്നിട്ട് ഇവിടെ നടക്കല്ലില്ലേ ഇവിടെ കയറുന്നത്, ആ കല്ലേല് ഇവര് 2 പേരും പോയി. അവര് വരുമ്പോഴും പട്ടി അവിടെ ഇരിപ്പുള്ളൂ. പട്ടി അവിടെ എന്താ കുറയ്ക്കുകയാണ്. പിന്നെ എന്താ ചെയ്യാൻ പറ്റും? അങ്ങനത്തെ പട്ടിയാണ്. നല്ലൊരു പട്ടിയാണ്. എത്ര വർഷമായി സംഭവം നടന്നിട്ട്? 4 വർഷമായി. ആയില്ല. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി ആളുകൾ വീടിൻ്റെ ഉൾവശം ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. നമ്മളേതായാലും വീടിൻ്റെ ഉൾവശം ഒന്ന് കാണാൻ പോവുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ വീടിൻ്റെ ഉൾവശത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ. ഇവിടെ വാതിലില്ല. പോയതല്ലേ? ഓഹോ, ഇതാണ് കേട്ടോ വാതില്. ഓ, ഇതാണ് വാതിലല്ലേ? ഇതാണ് ഒരു മുറി. എല്ലാം പോയി. അടുക്കള ഏതാ? അടുക്കള അതാ കാണുന്ന. അത് പിന്നെ എല്ലാം പോയി. അടുക്കളയെല്ലാം ചാടിപ്പോയിന്നേ. എല്ലാം പോയിട്ട് ഒന്നും വാതിലൊന്നും കൃത്യമായിട്ടില്ല. എല്ലാം ഇതാണ് വാതിലിന്റെ അവസ്ഥ. അതെല്ലാം പോയി. പുറവശത്തെ വാതിൽ. അപ്പൊ ഇതൊക്കെ ചുമ്മാ ചാരി വെക്കുള്ളൂ? ഇത് ഞാൻ ചാരി വെച്ച് കെട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഓ എൻ്റെ അമ്മ, നിങ്ങൾ എന്ത് വിശ്വസിച്ച് അതിനകത്ത് കിടക്കും. ഇതാണ് അടുക്കളയുടെ അവസ്ഥ കേട്ടോ. വീടിൻ്റെ ഇതാണ് വീടിൻ്റെ പുറകുവശം കേട്ടോ. ഇതാണ് ഇവരുടെ കക്കൂസാണിത്. എന്താ വാതിലില്ല, അതിന് വാതിലില്ല. അവിടെയാണ് ഒരു അലക്കല്ല്. ഇതാ അലക്കുന്ന സ്ഥലമാണത്. ഭയങ്കര കഷ്ടം കേട്ടോ. ആളുകൾ വീടിൻ്റെ ഉൾവശം ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. അതിന് പ്രകാരമാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ വന്നത് നന്നായിന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. ഇതൊക്കെ അന്നത്തെ ആ മൽപ്പിടുത്തത്തിൽ ആ ചേട്ടൻ പറഞ്ഞ പോലെ പട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പൊട്ടിപ്പോയതാണ് ഈ കസേരയൊക്കെ. ഇതാണ് കേട്ടോ വാതിലിൻ്റെ അവസ്ഥ. ഇതിൽ വാതിലുള്ള ഒരു മുറിയുള്ളൂ. ആ മുറിയിലാണ് ഇവർ കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ എവിടെയാ കിടക്കുന്ന? രണ്ടുപേരും ആ മുറിയില്ല. ഇതിൻ്റെ അകത്തൊന്നും ആരും കിടക്കുന്നില്ല? അതെ അതെ അതെ. ഓ, ഇതിങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ടല്ലേ? ഓ, വാതിൽ ചതിര് പിടിച്ചു പോയി. ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കും. കണ്ടോ, ഇത് ഓപ്പണായിട്ട് കിടക്കുന്നത്. ഇത് വെറുതെ പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇങ്ങനെ ചാരി വെച്ചേക്കോട്ടോ.
പാമ്പോ മറ്റ് ജീവികളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ അവസ്ഥയായിരിക്കും. അതോ ഭയങ്കര സിറ്റുവേഷൻ. ഒരു സേഫ്റ്റി ഇല്ല കേട്ടോ അവർക്ക്. വീടിന് സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഗോഡൗണോ അല്ലേ? ഇതിൻ്റെ അകത്തും കിടപ്പില്ല ആരും. ഞങ്ങൾ രണ്ടുപേരല്ല ഉള്ളത്. ആ അതെ. അല്ല ഞങ്ങൾ 6 മക്കളും അമ്മനും ഇത്രയും വീട് വേണ്ടേ? അപ്പൊ അന്ന് വലിയ വീട് വെച്ച് എല്ലാരും 10-11 പേരുണ്ടായിരുന്നു. അതാണ് കിടക്കുന്നത്. കിടക്കുന്ന മുറി ചാച്ചൻ കിടക്കുന്ന മുറിയാണ് കേട്ടോ ഇത്. അത് ഈ ഒരു വാതിലേ ഉള്ളൂ മര്യാദയ്ക്ക്. 10-11 അംഗങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാരും കൂടെ രസമായിരുന്നു ആദ്യം. ഇപ്പൊ ഞങ്ങൾ 2 പേര്. എല്ലാരും ഓരോ വഴിക്ക് പോയി. അങ്ങനെയാണുള്ള കാര്യം. ഇവിടെ ഒരു വാതിലേ ഉള്ളൂ കേട്ടോ. ഇതാണ് വീട്. നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയാണ് ഇവർ ഇവിടെ ജീവിക്കുന്നതെന്നും കണ്ടല്ലോ. ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ കേട്ടോ. അതെ, നമ്മളെ ഒരു കസേര 2-3 കസേര ഉണ്ടെന്നുണ്ടേ. നമുക്ക് കസേര അങ്ങ് പിടിപ്പിക്കാം. ഈ കസേര ഇരിക്കുകയല്ലേ? നമുക്ക് പൊട്ടിയ കസേരയൊക്കെ അങ്ങ് മാറ്റാം. കസേര അങ്ങ് മാറ്റിട്ട് ഇങ്ങോട്ട് എടുക്കാം. ആ ഇങ്ങോട്ട് തോർത്ത് നോക്കട്ടെ. ഇവിടെ കസേര ഉണ്ടോ? ഇത് അന്നത്തെ മൽപ്പിടുത്തത്തിൽ പൊട്ടിപ്പോയതല്ലേ? പൊട്ടിപ്പോയതാ കേട്ടോ. പട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ആ മൽപ്പിടുത്തത്തിൽ പൊട്ടിപ്പോയതാണ് കേട്ടോ. ഏതായാലും നമുക്ക് കസേര അങ്ങ് മാറ്റാം. ഇതിലേത് കസേരയാണ് വേണ്ടേ? ചാരുന്ന കസേര വേണോ? ചാരുന്ന മതി. ആ ചാരുന്ന തന്നെ ഇട്ട് ആ കേട്ടോ. മറ്റേ കസേരയെക്കാട്ടും കുറച്ചുകൂടെ താഴ്ച ഉണ്ടാവും കേട്ടോ. സൂക്ഷിച്ചിരിക്കണേ. ഒന്നിരുന്നേ. ആ ഇരുത്താം. അതൊക്കെ പതുക്കെ ഇച്ചിരി കുഴിയിലായിരിക്കും. എന്നാലും അങ്ങ് ചാരി ഇരുന്നേ. എങ്ങനെയുണ്ട്? ആ ചാരി കസേര. ഇനി 2 കസേര കേട്ടോ. നമ്മൾ 2-3 കസേര മേടിച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു ടോർച്ചാണ്. ഇത് അത്യാവശ്യം നമ്മളിത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ എടുത്തത്. പോയിൻ്റായിട്ടും കിട്ടും. ഇതുണ്ടോ? ഇങ്ങനെ പോയിൻ്റായിട്ടും കിട്ടും. ഇങ്ങനെ ഇത് കിട്ടുന്ന സാധനം ചാർജ് ചെയ്യുന്ന കേട്ടോ. ചാർജറൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതാ ചാർജർ ഇതിൻ്റെ അകത്തുണ്ട്. ഒന്ന് ഉപയോഗിച്ച് നോക്കി. ഓണാക്കി നോക്കി. ഞെക്ക്. അവിടെ ഞെക്ക്. ഒന്ന് ഞെക്ക്. ആ ഒന്നോടെ ഞെക്കിക്കേ. ഒന്നോടെ ഞെക്ക്. ആ ഒന്നോടെ ഞെക്കിക്കോ. ആ ഒരു പ്രാവശ്യം ഞെക്കിയ കത്തും. അല്ല, ഒരു പ്രാവശ്യം ഞെക്കിയ ഇങ്ങനെ കിട്ടും. ഒന്നോടെ ഞെക്കിയ ഇച്ചിരി കുറയും. പിന്നെ ഇങ്ങനെ മിന്നി കത്തും. അങ്ങനെ 3 തരമുണ്ട്. ഇതിൻ്റെ അറ്റം ഇതിങ്ങോട്ട് വലിച്ച് ഇത് ഇച്ചിരി മുന്നോട്ട് വതക്കുന്ന. ആ ഉണ്ടോ? ഇങ്ങനെ കിട്ടും. ദൂരേക്ക് കിട്ടും. ഇതിങ്ങനെ താഴേക്കാക്കിയാൽ പരന്നും കിട്ടും. അടുത്തുള്ളതൊക്കെ കാണാം കേട്ടോ. ആ ഓഫായിക്കോ. സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മതി. ഇതൊരു കുഞ്ഞു ടോർച്ച്. ഇത് ചാർജ് ചെയ്യുന്നതാണേ. ചാർജ് ചെയ്യാനുള്ള ഇത് ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ചാർജ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വലിയ ടോർച്ച്. ഇത് ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ആ ഇത് അങ്ങ് കിട്ടും. ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തോട്ടൊക്കെ കിട്ടും. വലിയ നീണ്ട ടോർച്ചാണ് കേട്ടോ. ആ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ആനയൊക്കെ ഇതൊക്കെ വരുന്ന സ്ഥലമല്ലേ? ഇതിൻ്റെ സ്റ്റിക്കർ അങ്ങ് പൊളിച്ച് വന്നേക്കാം. എല്ലാ ജീവികളും വരുന്ന സ്ഥലമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ദൂരേക്കൊക്കെ കാണണമെങ്കിൽ അതിൻ്റെ ചാർജറും അതിൻ്റെ വള്ളിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതൊരു വേറൊരു ചാർജർ ഞാൻ വെച്ചാൽ എല്ലാം ഈ USB ചാർജർ ആയതുകൊണ്ടേ ഞാനത് ചാർജ് ചെയ്യുന്ന കാണിച്ചു തരാം. ചെറിയ ടോർച്ചൊക്കെ അങ്ങനെ ചാർജ് ചെയ്യുന്നത് കാണിച്ചു തരാം. ടോർച്ച് കേട്ടോ. അടുത്തൊരു എമർജൻസി നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് ഈ ഇത്രയും മുകളിലായതുകൊണ്ടും കറണ്ടൊക്കെ പോകുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ വെട്ടം കാണാനായിട്ട് ഒരു എമർജൻസി ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. ഓണാക്കുന്ന ഇവിടെ ഈ സൈഡിൽ ഇതൊന്ന് തിരിച്ചേ. ഇതൊന്ന് അനക്കിക്കേ. ഇതും കൂടി നീക്കിയാൽ മതി. ഈ പച്ച. ആ മുന്നോട്ട്. ആ ഇത് 2 തരത്തിലുണ്ട്. ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. നോക്കിയേ. ഇങ്ങനെയുണ്ട്,
ഇങ്ങനെയുണ്ട് ഓർത്തോണം മറന്നു പോകാം. കേട്ടോ. എമർജൻസി അതിൻ്റെ ചാർജർ, ഇതതിൻ്റെ ചാർജർ. ചാർജ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. ചേച്ചി ഇതൊന്ന് ചേച്ചി എല്ലാരും പോയി, ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളൂ. ഒരാളോട് പറഞ്ഞു തന്നാൽ ഇതല്ലേ, എന്നോട് വിളിച്ചാൽ ഇവള് ഇതതിൻ്റെ ചാർജർ. ആയിക്കോട്ടെ. ഇതിട്ട് കുഴപ്പമില്ലല്ലോ. ഇല്ല, കുത്തിവെച്ചാൽ കുഴപ്പമില്ല. വള്ളി ഊരാതിരുന്നാൽ മതി. അല്ല വള്ളി ഊരാതിരുന്ന വള്ളി ഇത്തെ ഇങ്ങനെ ആവശ്യം കഴിയുമ്പോൾ ഇത്തെ കെട്ടി വെച്ചാൽ മതി. അത് മതി. മതി. ഇതിപ്പോൾ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചാർജ് കയറുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ ചേച്ചി. ഇതിൻ്റെ വാറണ്ടി കാർഡ് കേട്ടോ എടുത്ത് വെക്കണേ. ആ കവറിനകത്ത് ഇട്ട് വെച്ചോ. നിങ്ങൾ സ്ഥിരം ഇടുന്ന ലൈറ്റ് ഏതാ? സ്ഥിരം ഇടുന്ന ഈ ബൾബാ? നമ്മൾ കുറച്ച് ബൾബ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇട്ടേക്കാം. ഇത് കറണ്ട് പോകുമ്പോൾ കത്തുന്ന ഓട്ടോമാറ്റിക് ചാർജ് ആകുന്ന ബൾബാ കേട്ടോ. നിൽക്കാൻ നോക്കാക്കി. അല്ല, കറണ്ട് പോയാലേ കത്തുള്ളായിരിക്കും അല്ലേ? അത് കുറച്ച് നേരം ചാർജ് ആകണമായിരിക്കും. നോണാക്കി. ഇച്ചിരി നേരം കിടന്നോട്ടെ, തന്നെ ചാർജ് ആവും. പറഞ്ഞ ഇവിടെ ഇടാം അല്ലേ? കുറച്ച് നേരം ഓണായി കിടന്നോട്ടെ കേട്ടോ. ചാർജ് ആയിക്കോട്ടെ. നമ്മുടെ കണ്ണമ്പറമ്പിലെ കൊച്ചിട്ട് തന്ന ആളിപ്പോടെ ഇല്ല, ദുബായില. ദുബായില ആണോ? ഈ രണ്ട് ബൾബിന്റെ കവറ് മാറ്റി കളയണ്ട. ഇത് മാറ്റി കിട്ടണമെങ്കിൽ എന്തെങ്കിലും അടിച്ചു പോയാ. പിന്നെ ഇതൊക്കെ പുതിയ കുറച്ച് ബൾബാട്ടോ. എടുത്ത് വെച്ചോ. ഏതായാലും അടിച്ചു പോകുമ്പോൾ അവിടെ ഇട്ടാൽ മതി. കുറച്ച് പച്ചക്കറിയും റസ്കും ഒക്കെ കേട്ടോ. ഒരു തണ്ണിമത്തങ്ങയൊക്കെ ഉണ്ട്. കൊണ്ടുവച്ചോ. വിളിച്ചോളില്ലേ? പാത്രം കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഗ്യാസിനുള്ള ഒരു കലവും മീനൊക്കെ വെക്കാൻ. അടുത്ത് ബക്കറ്റും മറ്റു സാധനം കേട്ടോ. ടോയ്ലറ്റൊക്കെ കഴുകാനും ചൂല്, ബാത്റൂം കഴുകാനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. സാധനങ്ങൾ അരി, കുറച്ച് അരി കേട്ടോ. ഞാൻ അങ്ങോട്ട് വെച്ചുതരാം. ഞാൻ വെച്ചുതരാം. ഇതങ്ങോട്ട് വെക്കണ്ടേ? ചായ കുടിക്കാൻ കുറച്ച് ഗ്ലാസ്. പേസ്റ്റ്, പാത്രം കഴുകാനുള്ള സാധനങ്ങൾ കേട്ടോ. ഇത് പറഞ്ഞിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. റബ്ബറുകൾ, ബ്രഷ്, കുറച്ച് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളും, അലക്ക് സോപ്പ്, കുളിക്കുന്ന സോപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. ലൈസോൾ, ഹാർപ്പിക്ക്, സോപ്പുകൾ, കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചേരാം. സോപ്പ് പൊടിയാണ്, ഗോതമ്പ് പൊടിയാണ്, ഒരു കപ്പ് കേട്ടോ, പാൽപ്പൊടി, വെളിച്ചെണ്ണ, പഞ്ചസാര, പരിപ്പ്, വൻപയർ, ചെറുപയർ, കടല, പട്ടാണി, ഹാൻഡ് വാഷ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, സാമ്പാർ പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, പിന്നെ സവോളയും കുറച്ച് കിഴങ്ങും കേട്ടോ. അമ്മച്ചിക്ക് നൈറ്റി, ചാച്ചന് മുണ്ട്, പിന്നെ തോർത്തൊക്കെ കേട്ടോ. ഈ ടോർച്ചിന് എന്തായാലും പറഞ്ഞു തരാനുണ്ടോ? ഇത്തേ കുത്തുക, ആ ഇത്തേ കുത്തുക, ഒന്ന് നോക്കി ഇപ്പം ആ എന്നൊക്കെ പറയാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെ ആ കുത്തിയില്ലേ, അതിനെയൊന്ന് കുത്തി നോക്കിയേ. കഴിയുമ്പോൾ അതങ്ങ് ഊരിയാൽ മതി. ആ പച്ചയാവും. ഈ സാധനം ഉണ്ടല്ലോ, അതിനാണ് ഞാൻ ഈ മൊബൈലിൻ്റെ ചാർജർ കൊണ്ടുവന്നത്. ഇതിന് വേണ്ടിയിട്ടാണ്. ഈ വള്ളി ഊരി ഇത്തേ കുത്തിയാൽ മതി. അത് കുത്തി വെച്ചാൽ മതി. അതെന്തായാലും 3 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ. ആ ഇതതിൻ്റെ എമർജൻസിയും
ഇത് ആയി കഴിയുമ്പോ പച്ച കത്തും. വേറെ ആരും ഇല്ലല്ലോ മോനെ നമുക്ക് ചെയ്തു തരാം. അതാണ് ഏറ്റവും ദൈവം നമ്മളെ പഠി. നമുക്ക് വേറെ ആരും ഇല്ല ഒന്നും പറഞ്ഞു തരാൻ. അതാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മളൊക്കെ അല്ല അങ്ങനെ നിങ്ങളല്ലേ പറഞ്ഞു. ഇപ്പം അതാ പറഞ്ഞു. നമ്മളല്ല ഇത്രയും ആൾക്കാരില്ലേ. ഓ ഉണ്ട്. ഇതൊക്കെ എത്ര ആൾക്കാർ നമുക്ക് സഹായിച്ചെന്നറിയാം. അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പൊ അത്യാവശ്യം ഒന്ന് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളെ വിളിക്കണം, അവിടെ ഇവിടെ വരണ്ടേ, അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ആരും ഇല്ലെന്നല്ല. നമുക്ക് വരാമെങ്കിൽ വണ്ടി എടുത്ത് എനിക്ക് വരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒന്നും കുഴപ്പമൊന്നുമില്ല. മാത്രം ദൂരം മോനെ നമ്മളൊന്ന് നമുക്ക് മൊത്തം ഒരു 18 രൂപയുടെ മേലെ പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഇനി ഒരു 3370 രൂപ ഇനി ബാക്കിയുണ്ട് കേട്ടോ. അത് ഞാൻ അവർക്ക് പൈസയായിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തേക്കുവാണ്. അക്കൗണ്ട് നമ്പർ ആവശ്യപ്പെട്ട ആളുകൾക്ക് ഞാൻ അക്കൗണ്ട് നമ്പർ ഞാൻ ഡയറക്റ്റ് വാട്സപ്പിൽ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. അവരുടെ ഇത് എനിക്ക് കിട്ടിയ പൈസയുടെ ബാക്കി പൈസയാണ്. അപ്പോൾ എനിക്കിനി അക്കൗണ്ട് നമ്പറും കൂടെ തരണം. സ്കോട്ട്ലാൻഡിൽ നിന്ന് ഒരാൾ പേര് പറയേണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളി എല്ലാ മാസവും 2500 വെച്ച് നിങ്ങൾക്ക് ഇട്ട് തന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിലേക്ക്. എല്ലാ മാസവും 2500 വെച്ച്. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അക്കൗണ്ട് നമ്പർ എനിക്ക് തന്നാൽ മതി. ഞാൻ ഇന്ന് അവർക്ക് ഇട്ട് കൊടുത്തേക്കാം. അവർ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ മെസ്സേജ് വന്നോളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്മച്ചിയോട് സംസാരിച്ചു കേട്ടോ. അമ്മച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് അച്ചാമ്മ. അന്നമ്മ പറഞ്ഞു. അന്നമ്മ. അപ്പോൾ ഈ സത്യം പറഞ്ഞ കുടുംബത്തിലെ നാഥ ആണല്ലേ. ചേട്ടനും ആണെങ്കിലും ചേട്ടന് കണ്ണു കാണാൻ മേലാത്തപ്പോൾ തിരക്കി മൊത്തം ഞാനല്ലേ ചെയ്യുന്നത്. അതെ അതെ. എങ്ങനെ ഇത്ര ധൈര്യത്തോടെ ഇവിടെ നിൽക്കുന്നു? ഓ അതിനെന്നെ പേടിക്കാൻ. അതെ ദൈവത്തിൻ്റെ നോക്കി അങ്ങോട്ട് നോക്ക്. രൂപം വെച്ചിട്ട് അത് ഞാൻ ഇങ്ങോട്ട് ഞാൻ നേറ്റ് വരുമ്പോഴും പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ഒരാപത്തും വരാതെ ഞങ്ങളെ കിടക്കാൻ നേരത്തും രൂപത്തിൻ്റെ പിന്നെ പോയതും. അത് ദൈവമല്ലേ നമുക്ക് കൂട്ടും. ഇത് തന്നെ പേടിയൊന്നുമില്ല. മരിക്കുന്നല്ലേ എനിക്ക് പേടിയില്ല. അതെന്നാന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഇവിടെ ആന വരുന്നു. അല്ല ഒരാളങ്ങനെ പേടിയില്ലാതിരിക്കുന്നത് നല്ലതാ സത്യം പറഞ്ഞാൽ. അല്ലേ? അല്ലെങ്കിൽ ചേച്ചിക്കും കൂടെ പേടിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചേട്ടൻ എന്നേലും അനക്കം കേൾക്കുമ്പോൾ പേടിയാ. അങ്ങനെയല്ല ചേട്ടന് പേടിയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഓടണമെങ്കിലേ അങ്ങനെയൊക്കെ ഓർത്തായിരിക്കും. എനിക്കൊരു പേടിയില്ല. ഇനി എല്ലാവരും പറയും ആന വരുന്നു. നമുക്ക് ഇതുവരെ ദൈവം അനുഗ്രഹിച്ചിട്ട് നമ്മുടെ അതിലെ കൂടെ അങ്ങ് അവരുടെ പറമ്പിൽ നിന്നിട്ട് നമ്മുടെ വാഴയൊക്കെ പറിച്ചിട്ടുണ്ട്. അത് ദൈവം എനിക്ക് പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾ തന്നെ ഉള്ളൂ, ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് ഞാൻ ഏൽക്കുമ്പോഴും പ്രാർത്ഥിക്കും, കിടക്കുമ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ അല്ലാതെ നമുക്കുള്ളൂ. അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു പേടിയും തോന്നിയില്ല. അങ്ങനെ അങ്ങ് പോകുന്നു എൻ്റെ മോള്. എന്നാ ചെയ്യാൻ? പിന്നെ ഞാൻ തന്നെ വേണം ഒരു എന്തെങ്കിലും ഒരു സാധനം തീർന്നാൽ മേടിക്കാൻ പോകാൻ. അതാണ് ഏറ്റവും വലിയ കഷ്ടം. ഏറ്റവും 300 രൂപ വേണം മോനെ. അങ്ങോട്ട് 150. നേരത്തെ ഞാൻ അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് വണ്ടിക്ക് വരും. ഇപ്പൊ അത് പറ്റൂല. അങ്ങോട്ട് 150. വണ്ടി വിളിച്ച് അങ്ങോട്ടേക്ക് വരുവോ? ഇവിടെ വരികയല്ലേ. അവിടെ വരെയും വരുന്നതന്നെ 150-300 രൂപ അങ്ങോട്ട്. അങ്ങനത്തെ കേട്ടല്ലേ ഈ സാധനം ഇത്രയും ചെലവാ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അല്ലേ? 300 അങ്ങോട്ടും 300 ഇങ്ങോട്ടും. അതാണ് അതിന്റെ വിഷമം, നമ്മുടെ പോക്കിന്റെ വിഷമം അതാണ്. എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം പോകാതിരിക്കാം. റോഡ് നന്നാക്കിയാൽ ഓട്ടോയ്ക്ക് അത്രയില്ല. 200 രൂപ കൊടുത്താൽ മതി. ഇവിടെ വരെ വരും. അങ്ങനെയൊക്കെ റോഡ് നന്നാക്കാൻ എല്ലാം പറഞ്ഞോ പഞ്ചായത്തുകാരോ? ഈ മാസം അപ്പൊ പറഞ്ഞു കേട്ടെ. ഇപ്പൊ നമ്മള് ചോദിച്ചപ്പോ ഈ മാസം കഴിഞ്ഞിട്ട് പുതിയ ഇത് വരണം. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യാന്നല്ലേ? പുതിയ ഭരണത്തും എത്ര നാളായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്? പറയാൻ തുടങ്ങിയിട്ട് ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ ഇങ്ങനെ പറയായിരിക്കും അല്ലേ? നമ്മൾ ഈ റോഡ് അംഗീകരിച്ച് വെട്ടി നമ്മള് കൊടുത്തു കഴിഞ്ഞപ്പോ തൊട്ട് ഈ റോഡൊക്കെ ചേട്ടൻ തന്നെയാണ് വെട്ടിയേ? ഈ റോഡ് അങ്ങ് പൊട്ടുന്ന കൂടെ ഞങ്ങൾ പണിതാ. ഓയ്യോ. എല്ലാരും കൂടെ ലൈൻ ഇട്ട് വന്നില്ലേ? എല്ലാരും കൂടെ പണിതാലേ? ഈ അട്ടിക്കടത്തുന്ന ഇങ്ങോട്ട് പോരുന്ന പിന്നെ റോഡില്ലേ തിരിയുന്ന വലിയ റോഡിൽ ചെറിയ റോഡ്. ആ റോഡൊക്കെ നമ്മൾ പണിത റോഡാ. തൊട്ട് പണിത് പൊട്ടം തൊട്ടി വരെയും പണിത്. ആയ കാലത്ത് കിടന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ടല്ലേ? അന്ന് ആളില്ല ഇവിടെ. ഉള്ള ആളെ കൊണ്ട് ഈ പണിയുന്നേ. അതെ അതെ അതെ. പണിക്ക് പോകണം. പണിക്ക് പോകാത്ത ദിവസം റോഡ് പണി, റോഡിക്ക് പോകാത്ത ദിവസം ഉച്ചപ്പണി. അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് ഉച്ചപ്പണിക്ക് പോകണം. പിന്നെ റോഡിന്റെ പണിക്ക് അങ്ങനെ പോകണം. അങ്ങനെ പണിതാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പം ഈ 2-3 കൊല്ലമായുള്ളൂ അവിടെ ടാറിംഗ് ആയിട്ട്. അതുവരെ ഈ മണ്ണ് റോഡായിരുന്നു അവിടം വരെ. ജോർജ് മെമ്പറിന്റെ കാലത്താണ് അവിടം വരെ കോൺക്രീറ്റ് ആയത്.
ഇനിയിപ്പോ നിങ്ങൾക്കിപ്പോ ഇങ്ങോട്ട് വീടുകളില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ ഇത് കോൺക്രീറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ? അവരപ്പോ എന്താള് വന്നപ്പോ പറഞ്ഞ എങ്ങനെ രണ്ട് സൈഡിലും ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കിട്ടിയാൽ നടുഭാഗം ഇല്ലേലും വേണ്ടില്ല അല്ലേ? നടുവാകില്ലാലും വേണ്ടിയായിരുന്നു, വണ്ടി കയറി പോരുള്ളൂ. ഇനിയിപ്പോ ഈ സ്ഥലം ഇങ്ങനെ ഏറ്റെടുക്കുന്നതിന്റെ ഒരു പ്രശ്നം കൂടെ നിൽക്കുന്നുണ്ട്, അത് ഒരു ബുദ്ധിമുട്ടല്ലേ? അതും ഒരു ബുദ്ധിമുട്ടാ. അപ്പൊ അതും അവര് പറയുന്നുണ്ട് അതും കിട്ടാൻ പാടാന്ന്. ഇതല്ല ഇവര് തന്നെയാണ് പറയുന്നതല്ല, നമ്മളല്ല ഇത് പറയുന്നത്. അത് കിട്ടുമെന്നുള്ളൊരു ആശ തന്നോണ്ടാ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടായി പോയത്. ആ ഒരൊറ്റ പ്രശ്നമാണ് ഇത്രയും വിഷമം ഉണ്ടാക്കിയത്. അല്ല ഇത്ര ഇതിന്റെ പകുതി വിഷമം ഉണ്ടായില്ല. ഈ സ്ഥലം ഇവിടെ എടുക്കാതിരുന്നെങ്കിൽ പണ്ടേ റോഡൊക്കെ അങ്ങ് എത്തിപ്പോയല്ലേ. ആ ഇവിടെ മൊത്തം ആളായിരുന്നേ അവിടെ. റോഡ് എത്തിയാൽ നമ്മുടെ പറമ്പൊക്കെ വന്ന് കാണണം. ഞങ്ങൾ ഒരു ലോണും എടുത്തല്ലേ പെണ്ണുങ്ങളൊക്കെ എത്തിച്ചത്. ആ ഒരു പെണ്ണുങ്ങളൊക്കെ ഒരു ലോണും എങ്കിലും എടുത്തില്ല. എല്ലാം ഞങ്ങൾ പണിയെടുത്തു. ആ കൊടികൾ ഈ കൊടിയൊക്കെ 4 കൊല്ലം മുമ്പ് വരെ ഇഷ്ടം പോലെ ആളായിരുന്നു. രാവിലെയും വൈകുന്നേരം എപ്പോഴും ആളുണ്ടായിരുന്നു. ഇപ്പൊ ഈ 2, 3, 4 കൊല്ലമായുള്ളൂ ഇവിടുത്തെ ആൾക്കാരെല്ലാം താഴേക്ക് പോയി അല്ലേ? ചേച്ചി അപ്പൊ ഈ രാവിലെ എന്തായാലും ഈ കടയിൽ പോവുക അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ എത്ര മണിയാകുമ്പോ പോകും? ഇവിടുന്ന് ഒരു 10 മണിയാകുമ്പോ പോകും, ചിലപ്പോ 9 മണിക്ക് പോകും. പോയാൽ എത്ര മണിയാകുമ്പോ തിരിച്ചു വരും? തിരിച്ചു വരുന്നത് മരുന്നിന് പോകുമ്പോഴാണ് സാധനം മേടിക്കല്. അമരപ്പാനി പോകുമ്പോ തിരക്കാണെങ്കിൽ ഒരു 11 മണിയാകുമ്പോ വരും. അല്ലെങ്കിൽ സാധനം മേടിച്ച് വേഗം പോരുവാണെങ്കിൽ വേഗം പോരും. സാധനം മേടിച്ച് നിൽക്കൂലല്ലോ, വണ്ടി വിളിച്ചല്ലോ വേഗം പോരും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരലൊരു ചടങ്ങല്ലേ? അല്ല അവിടെ വരെ ഓട്ടോ വരും. അവിടെ ഇപ്പൊ നമുക്കത് ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ പിന്നെ ഒരു 3-4 കിലോയൊക്കെ കൊണ്ട് പോരും. അരിയൊക്കെ മോൻ മേടിച്ചു കൊണ്ട് തരും. നേരത്തെ ഞാൻ ചുവന്നോണ്ട് വരുമായിരുന്നു 10 കിലോ. ഇപ്പൊ അത് പറ്റൂല. മോൻ വന്ന റേഷൻ മേടിച്ചു തരും. ആ പണിയെടുക്കും. എങ്ങനെയായാലും നമ്മളെ എല്ലാരും കൂടെ കെട്ടപ്പഴേ ആക്കി അത് പറഞ്ഞാൽ മതി. ഇവിടെ ഈ വീടിന് ഈ വാതിലൊക്കെ ഒന്നും ഇല്ലല്ലോ, വാതിലില്ല. പുറവശത്ത് രണ്ട് സൈഡിലും മഴയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മേൽക്കൂര മാത്രമേ ഉള്ളൂ. മഴയൊക്കെ പെയ്യുമ്പോ എങ്ങനെയാ സ്ഥിതിയൊക്കെ അവിടെ? ഇപ്പൊ മഴ പെയ്യുമ്പോ സീറ്റും നനയും, മുഴുവൻ നനയും. ചോർച്ചയുണ്ടല്ലേ? ഇപ്പൊ നനയും. ഇപ്പൊ ഈയിടെ ഒരു മഴ പെയ്തില്ലേ, ഇത് താന്നു പോയി. പക്ഷേ അതിന്റെ ശീലാന്തി ചെതലെടുത്തു. അപ്പൊ മഴക്കാലത്തൊക്കെ എങ്ങനെയാ നിങ്ങള് കഴിയും? മഴക്കാലത്ത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വരെയും കുഴപ്പമില്ല, നനയല്ലായിരുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചുങ്ങളെ എല്ലാം ഇപ്പൊ ഉണ്ടാക്കുമെന്നും പറഞ്ഞല്ലേ, ഈ സ്ഥലം എടുത്തു പോകുമെന്നും പറഞ്ഞാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാം ഇവൻ പറഞ്ഞത് താഴെ വീട് വെച്ച് തരാന്ന്. ഇവരുടെ ആയ കാലത്ത് ഒരു വർഷം 1.5 ലക്ഷം രൂപയുടെ ആദായം ഈ പറമ്പിൽ നിന്ന് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവർക്ക് ഈ സ്ഥലം സ്വയം പുനരധിവാസ പദ്ധതിയുടെ പേരിൽ അത് ഫോറസ്റ്റിലേക്ക് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഒത്തിരി ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയി. അങ്ങനെ ഇവർ പറമ്പിലൊന്നും ചെയ്യാതിരുന്ന അവസാനം ഇപ്പോൾ അത് എടുക്കാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും മേലാത്ത അവസ്ഥയായി കേട്ടോ. അതാണ് ഇപ്പോൾ ഇവർ ഈ പറയുന്നതിൻ്റെ കാര്യം. അങ്ങനെയാണ് ഇവർക്ക് ഈ പറമ്പിൽ നിന്ന് ഒരു ആദായം കിട്ടാത്ത അവസ്ഥ. ഇപ്പോൾ എല്ലാ മൃഗങ്ങളും ഉണ്ടല്ലേ? എല്ലാ മൃഗങ്ങളും മൃഗം വന്ന് വെള്ളം വരെയും കുടിച്ചു. വേണേ ടാങ്കിന്ന് മറ്റേ മലാനായിരിക്കും, അല്ലെങ്കിൽ പോത്തായിരിക്കും. കാട്ടുപോത്താണോ? ആ കാട്ടുപോത്തൊക്കെ വരും. അതാ ടാങ്ക് നിറവന്നായിരുന്നു ചേട്ടൻ രാത്രിക്കല്ലേ? ടാങ്കേ അവിടെ കണ്ടില്ലേ? ഇതായിരിക്കും. എന്നിട്ട് ഇപ്പം മോൻ അതിന്റെ പുറത്ത് പലകിട്ട് സീറ്റ് എടുത്ത് വെച്ച് മൂടിയേക്കോ. ടാങ്ക് അവിടെ തൊട്ട് പോകാം. ഈ മുറ്റത്ത് നോക്കിയാൽ കാണാം. ഇതല്ലേ ഒരു ദിവസം ഞാൻ ചിലപ്പോൾ നിറച്ച് വെള്ളം കഴിഞ്ഞാൽ വെള്ളമില്ല. അവിടെ കാൽപ്പാടും ഉണ്ട്. ഈ അന്നൊക്കെ വെള്ളം തന്നെ എടുക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ പിന്നെ മറ്റേ ഇങ്ങോട്ട് വീട്ടിലോട്ട് ചായ തീടാ ഞാൻ വെള്ളം എടുക്കാൻ ഇവിടെ അടുക്കള ടാപ്പ് ഉണ്ടല്ലോ, ടാപ്പ് അത് തുറന്നപ്പോ വെള്ളമില്ല. അപ്പൊ ഞാൻ വൈകുന്നേരം ഞങ്ങള് കഞ്ഞി കുടിച്ച് കിടക്കുമ്പോ ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ ചെന്ന് നോക്കുമ്പോഴാണ് വെള്ളമില്ല. ഒരു വെള്ളം താന്നുപോയി. അത് തല എത്തുന്നിടത്തോളം കുടിച്ചു. അത് മൂടിയിട്ടില്ല. മലാനാണ് എന്റെ ഉദ്ദേശം. പോത്താണെങ്കിൽ അല്ലെന്നേ മലാന് വലിയ പൊക്കമുള്ളത്, പോത്തിനേക്കാളും തലയ്ക്ക് നീളമല്ലേ. അപ്പൊ തല എത്തുന്നിടത്തോളം കുടിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അയലോക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലാനും കാട്ടുപോത്തൊക്കെയാ. പക്ഷേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ട്. അതല്ല. എന്നിട്ട് ഞാൻ അവിടെ പോയി വെള്ളം എടുത്തോണ്ട് വന്നു. എന്നിട്ട് പിന്നെ ഷിൻഡോയെ വിളിച്ചു. അവൻ വയനാട്ടിൽ നിന്ന് വന്ന് കഴുകി. ഒരു മകനുള്ളത് വയനാട്ടിലാണല്ലോ. അവൻ വയനാട്ടിൽ പണി എടുത്തിട്ടല്ലേ അല്ലേ. അവര് 2 പിള്ളേര് പഠിക്കുന്നുണ്ട്. അവര് അവിടെ കുടുംബമായിട്ട് അവിടെ
നിന്നിട്ട് പണിയെടുത്തിട്ട് ഇവിടെ നമുക്ക് അരിയൊക്കെ മേടിച്ചുകൊണ്ട് തരും. അവരവിടെ ഇത് കൊണ്ടൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് വാടകയ്ക്കാന്നേ ഇത് വിറ്റ് ഇതെടുത്ത് കഴിയുമ്പോൾ കഷ്ടപ്പാട് തന്നെയല്ലേ. കഷ്ടപ്പാടാണോ? പാവം അതിന്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളെ നോക്കണം, അവിടെ നോക്കണം, പിള്ളേരെ പഠിക്കണം. ഞങ്ങള് വിളിക്കുമ്പോ വേണം അവരോട് വരുന്ന വേണമെങ്കിൽ 500 രൂപ വേണം വണ്ടിക്ക് വേണ്ടി. 500 ഇവിടെ പണിയില്ലാത്തോണ്ട് വയനാട്ടിലേക്ക് പോയതല്ലേ. അത് തന്നെ ഇവിടെ എന്തെങ്കിലും ഇവിടെ എന്നാ പണിയല്ലേ, അവിടെ പണി. ഇവിടെ ഇപ്പൊ ഒന്നും പണിതിട്ട് കിട്ടുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ എന്റെ മോനെ ഞങ്ങളുടെയൊക്കെ ജീവിതം എന്ന് ഇത് പറഞ്ഞു. മൂത്ത മോനല്ലേ? അവൻ മരിച്ചുപോയി. എത്ര വർഷം മുന്നേ മരിച്ചേ? ഒരു 5 വർഷമായി. അറ്റാക്കായിരുന്നു. അവന് മോൻ അങ്ങോ ജോലി ഇളയാൻ പോയി കഴിഞ്ഞപ്പോൾ അവന് ഇവിടെ വന്നു. ഇവന്റെ വീട് കുളക്കാടാ. അവന്റെ പിള്ളേരൊക്കെ ജോലിക്കായി. അവരുടെ പിള്ളേരെല്ലാം ജോലിക്ക് അലിയിലെല്ലാം പോയി. അപ്പൊ അവന് മൂത്ത മോനെ അവനാക്കും ഇവിടെ വീട്ടിൽ നിന്നോണ്ടിരുന്നല്ലേ. പുള്ളിയും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങള് ഒറ്റയായി. അവനുകൂടെ ഒറ്റയായി. അവനുണ്ടായിരുന്ന ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അത് മേസ്തിരിപ്പണി വീട് അവിടെ വെക്കാന്ന് പറഞ്ഞത് എൻ്റെ മോനെ. വണ്ടി തിരിക്കുന്ന അവിടെ ഇല്ലേ, അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എവിടെ കൂടുതൽ അന്നേരം പറഞ്ഞ് ഇപ്പൊ ഇതെടുത്ത് പോകും സ്ഥലം. ഈ സ്ഥലം ഇപ്പൊ എടുക്കുമെന്ന് പറഞ്ഞോണ്ട് പിന്നെ വീട് വെക്കാൻ നോക്കിയില്ല. പിന്നെ അന്നേരം പറഞ്ഞ് എന്തിനാ വീട് വെക്കുന്നേന്ന്. പിന്നെ മോന് പണി അറിയാം, സാധനം കല്ലും എല്ലാം കൊണ്ട് താഴെ പണിക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞത് എല്ലാം മുടിഞ്ഞു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. അനുഭവിക്കുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരു സൈഡിൽ നിന്നേ ഒരു വശത്തുനിന്ന് നമുക്ക് സഹായം കിട്ടാതെ വന്നപ്പോ വേറെ ഇപ്പൊ ഇത്ര ആൾക്കാർ വന്നില്ലേ. ഇതൊക്കെ ഓരോ നിയോഗമായിരിക്കുന്നേ. അല്ല അതാ ഞാൻ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നതാണല്ലോ. ദൈവത്തിന്റെ നിയോഗം ഇതായിരിക്കും. അതെ ഞാൻ യാദൃശികമായിട്ട് വന്നാ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തൊട്ടപ്പുറത്തല്ല ആന ഇറങ്ങിയേ. ആനയുടെ ഇതെടുക്കാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോ അവിടെ നിന്ന് എന്നോട് ഫോറസ്റ്റുകാരാ പറഞ്ഞു ഇങ്ങനെ 2 പേരുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് കയറി നോക്കാന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നപ്പോ അന്ന് ചേച്ചി ഇല്ലായിരുന്നു. ചേച്ചിനെ ഞാൻ പോകുന്ന വഴിക്കല്ലേ കണ്ടേ. ഇപ്പൊ നിങ്ങളെ സഹായിച്ചത് ഒത്തിരി ആളുകളുണ്ട്. ഒരു പല ഭാഗത്തു നിന്നുള്ളതാ. കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, ന്യൂസിലാൻഡ്, അമേരിക്ക, കാനഡ ഒക്കെ ഉണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുണ്ട്. ഞാൻ അവരുടെ പേര് പറയണ്ടാന്ന് അവർ പറഞ്ഞു. ഒരാൾ തന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മിക്കവാറും പേരും തന്നേക്കുന്നത്. അപ്പോൾ അവരുടെ പേര് പറയുന്നില്ല. പക്ഷെ അവരൊക്കെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിനിയാന്നെടുത്ത ആ വീഡിയോ കണ്ടിട്ടാണ് ഇവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ള ഒരു വാക്ക് അവരോടൊന്ന് പറയാമോ? ഞങ്ങൾക്ക് സാധനം എല്ലാം മേടിച്ച് തന്ന എല്ലാവരോടും നന്ദി പറയുന്നു. കൊണ്ടുതന്ന ചേട്ടനോടും ചേട്ടനില്ല അല്ല ചേട്ടൻ കൊണ്ടുതന്ന മോനോടും മോൻ്റെ പെൺകുട്ടിയോടും വളരെയധികം നന്ദി. സന്തോഷമായോ? സന്തോഷമായി. നമുക്ക് ഈ ഉപകാരം ചെയ്ത എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. എല്ലാവരോടും ആളെയൊന്നും നമുക്കറിയത്തില്ല, എന്നാലും എല്ലാവർക്കും വേണ്ടി നമ്മൾ നന്ദി പറഞ്ഞ് സ്തുതി പറയുന്നു. നമ്മളെ സഹായിച്ചു. അത്രയും പറയാൻ വരുന്നുള്ളൂ. ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു. ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി നല്ലതായിരുന്നു. എന്തായാലും രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ. സന്തോഷത്തോടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നോളാം. ആയിക്കോട്ടെ. പിന്നെ കുറേ പേര് അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുത്തേക്കാം അവർക്ക്. ആയിക്കോട്ടെ. ഇവിടുന്ന് ഇങ്ങനെ വീണിട്ടുണ്ടോ? ആ അല്ലേ? അതൊക്കെ അതിന് 2 പ്രാവശ്യം ഇരിക്കുമ്പോൾ ശീലമായിക്കോളും. അതെ. ഇവിടുന്ന് മറിഞ്ഞു വീണിട്ടുണ്ടല്ലേ? ഇവിടുന്ന് പറഞ്ഞ താഴെ വീണ് അവിടെ കല്ലുണ്ടായിരുന്നു. ആ കല്ല് ഞാൻ എടുത്ത് കളഞ്ഞതാ. ഇവിടെ ഇങ്ങനെ 9 ചിച്ചുടെ മാറിയെങ്കിൽ നിറുക പുള്ളി ബാക്കിയില്ല. അയ്യോ, ഓർക്കാൻ വൈകില്ല. ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് എങ്ങനെ പറഞ്ഞു എന്തൊന്നും എനിക്കല്ല. ഞാൻ വരുമ്പോ ഇവിടെ ഏറ്റിരുന്ന് തിരുമുന്നുണ്ടെങ്കിൽ ചേച്ചി വന്നപ്പോ ഇവിടെ ഏറ്റിരുന്ന് തിരുമോ? ഇവിടെ തിരുമു. പിന്നെ ഞാൻ മോനെ വിളിച്ചു. ആശുപത്രി കൊണ്ടുപോയില്ലേ? ആശുപത്രി കൊണ്ടേ. എന്നാ ശരി കേട്ടോ, ഞങ്ങളന്ന് പോട്ടെ. നന്ദി. സന്തോഷത്തോടെയും സമാധാനത്തോടെയും കേട്ടോ. വേറെ അപകടങ്ങളൊന്നും പറ്റാതെ ഇരിക്കുക കേട്ടോ. ഇടയ്ക്ക് വന്നോളാം കേട്ടോ. ഇടയ്ക്ക് വന്നോളാം. ഈ ഒരു കസേരയിലാണ് ഇത്രയും നാൾ ഈ ചാച്ചൻ ഇരുന്നത് കേട്ടോ. ഈ കസേരയൊക്കെ പൊട്ടി നിൽക്കുന്നതൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇതൊക്കെ പട്ടിയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ കടുവയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ വന്യജീവി അത് നശിപ്പിച്ചിരിക്കുന്നതാണത്. ആ കസേരയിലാണ് ഇത്രയും നാളും ആ ചേട്ടൻ ഇരുന്നത്. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ പുതിയ കസേരയൊക്കെ മേടിച്ച് കൊടുത്തു. പുതിയ ഒത്തിരി സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു. അതെല്ലാം കണ്ടു. ഇതെല്ലാം സാധ്യമായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരൊറ്റ ആളുകൾ കാരണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇവരുടെ കണ്ണീര് നിങ്ങൾ കണ്ടു.
അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റി. ഏതായാലും ഇനിയും ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ഞാൻ എന്തായാലും വാട്സാപ്പ് നമ്പർ അതിൻ്റെ അകത്ത് ഒരു മെസ്സേജിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ പോയേക്കോ കേട്ടോ. പോട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. എത്ര നന്ദി പറഞ്ഞാലും എന്നോട് നന്ദി പറഞ്ഞിട്ട് അവരോട് അങ്ങോട്ട് നോക്കി അവരോട് അങ്ങ് പറഞ്ഞു. നന്ദി പറഞ്ഞാലും മതിയാവൂല. പോട്ടെ കേട്ടോ. ഓക്കെ ശരി. ഇത് ഇവരുടെ വീടിൻ്റെ പുറവശം കേട്ടോ. ഇതൊക്കെ പഴയ ഇവരുടെ തൊഴുത്തൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഈ സ്വയം പുനരധിവാസ പദ്ധതിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഇവർ പിന്നീട് ഇവിടെ ഒന്നും ചെയ്തില്ല കേട്ടോ. എല്ലാം ഇവർ ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സർക്കാർ ഏറ്റെടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ കണ്ടോ പറമ്പ് കണ്ടോ, അവർക്ക് ഒരു കൃഷിയും ചെയ്യാതെ ഇങ്ങനെ ഇട്ട് കാട് പിടിച്ച് ഒരു കാട് പോലെയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കണ്ണുണ്ടായിട്ട് കാര്യമില്ല, കാണണം. കാതുണ്ടായിട്ട് കാര്യമില്ല, കേൾക്കണം. ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, അത് പ്രയോഗിക്കണം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവരുടെ പ്രയാസം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളും നിങ്ങൾ ഈ എപ്പിസോഡിൽ മുഴുവൻ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല, ആരുടെയും പേര് പറയേണ്ടെന്ന് തന്ന ആളുകൾ മിക്കവാറും പേരോടും ഞാൻ പേരൊക്കെ ചോദിച്ചപ്പോൾ മിക്കവാറും ആൾക്കാരും പേര് പറയേണ്ട, ഒരാൾ തന്നതാണ് ഇന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പറയാത്തത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇവർക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തവരുണ്ട്. ഇനി അവർക്ക് അക്കൗണ്ടിലേക്ക് അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാം എന്ന് ഏറ്റവരുണ്ട്. എല്ലാവർക്കും ഒരു 100 നന്ദി പറയുകയാണ്. കാരണം അത്രയും ജെന്യുവിനായിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. വളരെ യാദൃശികമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്, അതാണ് ഏറ്റവും സത്യം. കാരണം ഇവിടെ ഞാൻ എടുക്കാൻ വന്ന വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഏതായാലും അതിപ്പോൾ ഒരു നല്ലൊരു ബന്ധത്തിലേക്ക് മാറി. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി, അവർക്കും വളരെ സന്തോഷമായി കേട്ടോ. അവരുടെ കൂടത്തിരുന്ന് ഭക്ഷണം കഴിച്ച് അവരോട് കുറച്ച് നേരം സംസാരിക്കുക. ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാണ്. ഞങ്ങളോട് വർത്തമാനം പറയാൻ പോലും ആരുമില്ല. അപ്പോൾ അവരുടെ മക്കളാണെങ്കിലും ഒക്കെ വയനാട്ടിലൊരു ഉണ്ടായിരുന്നൊരു ചേച്ചിയാണ് വന്നത്. അവരത്രയും ദൂരെ നിന്ന് ഇവരുടെ ഈ ആന ഇറങ്ങിയ വിഷയം അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. അവരൊക്കെ ഓരോ സ്ഥലത്ത് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. എല്ലാവരും കഷ്ടപ്പാടിലുള്ളവരാണ്. ആ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ആ വാതിൽ നിങ്ങൾ കണ്ടാണ്. മുമ്പുവശത്ത് വാതിലില്ല, പുറകുവശത്ത് വാതിലില്ല, ഉള്ളിലെ ഒരു മുറിയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വാതിൽ, ഇതെല്ലാം ഓപ്പണാണ് കേട്ടോ. ഒരു സേഫ്റ്റി ഇല്ല. അതുപോലെ തന്നെ അവരുടെ ടോയ്ലറ്റ് കേട്ടോ, ഓപ്പൺ ടോയ്ലറ്റാണ്, മീൻസ് വാതിലില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചേക്കാം, നമുക്കൊക്കെ ആണെങ്കിൽ അതിനൊക്കെ സാധിക്കുമോ? ടോയ്ലറ്റിന് പോലും ഒരു വാതിലില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടി തന്നെയാണ് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നത് കേട്ടോ. സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം ആ വീട്ടിലില്ല. പിന്നെ ഒരു മേൽക്കൂരയിൽ ഇങ്ങനെ കിടക്കുന്നു എന്ന് മാത്രം. വളരെ ഞാൻ അന്ന് വന്നപ്പോൾ ഈ വാതിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞേനെ. അവരുടെ ആയകാലമൊക്കെ കഴിഞ്ഞു. അവർക്കിനി ഒരു പണിയെടുത്ത് അധ്വാനിച്ചൊരു ഇതൊന്നും നന്നാക്കാനുള്ള ഒരവസ്ഥയും ഇല്ല. വലിയൊരു കഷ്ടം തന്നെ കേട്ടോ അവരുടെ. നമ്മൾ ജീപ്പിന് വന്നിട്ട് ഇവിടുന്ന് ഇത്രയും ദൂരം സാധനം കയറ്റിക്കൊണ്ട് പോയപ്പോഴത്തേക്കും ഞാനൊക്കെ ചക്രശ്വാസം ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരൊക്കെ ദിവസം ഇത് ഇങ്ങനെ പോയി വരുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഭയങ്കര കഷ്ടം. ഏതായാലും സഹായിച്ച എല്ലാവർക്കും നന്ദി. ഇനി സഹായിക്കാൻ മനസ്സുള്ള ആളുകൾക്കും അഡ്വാൻസായിട്ട് നന്ദി പറയാം കേട്ടോ. നമ്മൾ ഇനിയും വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.